ഞാൻ അതും നോക്കുക ചെയ്യാം, റോഡ് നടക്കുക ചെയ്യാം, റോഡിൽ ചാടണ്ട നോക്കുക, അപ്പിൻ്റെ നോക്കുക, അത് നോക്കുക ചെയ്യാം ഞാൻ. ആമാ എന്ന് ഞാൻ പറയില്ല, അവൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. അജോലയ്ക്ക് പേടി, എനിക്ക് അതിൽ വലിയ പേടി. അപ്പോൾ അങ്ങനെ സെൻറ്റ് ജോസഫ് ഡേ ആയിട്ട് ഞാൻ അജോല പള്ളിയിൽ പോയി. പിന്നെ അജോല് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അത് കാരണം പള്ളിയിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും സെൻറ്റ് ജോസഫ് ഡേ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടവക പള്ളി തന്നെ സെൻറ്റ് ജോസഫിൻ്റെ പള്ളിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മാസം 19-ാം തീയതി ഇവിടെ നടക്കും. ഇങ്ങനെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര അതാ ഈ ഭക്ഷണമാണ് ഞാനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിക്കുന്ന സമയത്ത് ആ ജോലിക്ക് ഇരിക്കാനായിട്ട് ചെയർ കിട്ടിയപ്പോൾ ഇവിടെ അതിലിരുന്നു. അപ്പോൾ എന്താ ചോറ്, സാമ്പാർ, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ അച്ചാർ, അപ്പളം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു. എല്ലാ മാസവും ഞങ്ങളുടെ പള്ളിയിൽ മാർച്ച് അതായത് മാർച്ച് 19 എല്ലാ മാസവും 19-ാം തീയതി അവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ആമാ പിന്നെ ഭക്ഷണം ഉണ്ടാവും, നേർച്ച ഭക്ഷണം, അതൊക്കെ കഴിച്ചു. അജോല ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇല്ലേ ഹാപ്പി ഇല്ലേ? കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജോരി പഠിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു, വന്നില്ല. അപ്പോൾ അങ്ങനെ വിശേഷം. ശരി, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അജോല ഗുഡ് നൈറ്റ് പറഞ്ഞു. അജോല ഗുഡ് നൈറ്റ് പറയില്ല. ശരി, പാട്ട് പാടണോ അജോലയ്ക്ക്? നിങ്ങൾ പാട്ട് പാടണോ? എനിക്ക് ഒരു പാട്ട് ഫോർ മൈ ഫോളോവേഴ്സ്. അജോല നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ. അജോല സിംഗറാണ്. ഇവിടെ ഇവിടെ ഞങ്ങളുടെ ചെന്നൈയിലെ ഫേമസ് സിംഗറാണ് അജോല. എന്നൊന്നും ഞാൻ പറയില്ല, അവൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. അഹങ്കാരം. പിന്നെ അജോല വന്നിട്ട് അഹങ്കാരനാ അതോടെ ഒരു ഇത് ഇരിക്കുമേ, പെരിയ ഇത് അതെന്തോ. അപ്പം അങ്ങനെയാണ് വിശേഷം. പിന്നെ അജോല ഭയങ്കരമായിട്ട് പിയാനോ വായിക്കും, കീബോർഡ് വായിക്കും. അല്ല, അതിൻ്റെയൊക്കെ ഇപ്പോൾ ഫ്യൂച്ചറിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം അജോല പാട്ട് പാടില്ല. അപ്പം ഞങ്ങളുടെ ഈ വഴിയിലേ ചിലയിടത്ത് മാത്രമേ ലൈറ്റുള്ളൂ, സ്ട്രീറ്റ് ലൈറ്റുള്ളൂ. അത്രയും മോശമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏരിയ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുറെ പട്ടികളുണ്ട്, നായ്ക്കളുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ ലൈറ്റ് ഇട്ട് പളപ്പളാന്നിരിക്കണല്ലേ. ശരി, അപ്പോൾ പിന്നെ അജോല ഓർത്ത് മലയാളത്തിൽ പറയണോ അജോലയ്ക്ക്? പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞോ? പറഞ്ഞു അജോല. അജോലയുടെ പേരെന്താ? പറയും. നീ വേണ്ടാ, കടിക്കണ നായ്ക്കള അവിടെ കൊള്ള. അജോലയുടെ പേരെന്താ അജോല പറയും? അജോലയുടെ പേരെന്താ? അജോല ഏത് സ്റ്റാൻഡേർഡിൽ? പിന്നെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ പറയും. പ്ലസ് വണ്ണിൻ്റെ കാര്യമൊക്കെ പറയും. പ്ലസ് വണ്ണിൻ്റെ കാര്യമൊക്കെ പറയും. ഒന്നുമില്ല, ഇങ്ങ ആർമിക്ക് കൂടെ അല്ലേ ക്യാമറ വേല വെക്കറീங்க. എനിക്ക് അടുത്ത് കൂടെ നായ ഓടുണ്ട്, പട്ടി ഓടുണ്ട്. അതിങ്ങനെ അജോല നീ ചുമ്മാ എടുക്കാതെ, അതാ ഞാൻ പറയുന്നത്. ചുമ്മാ നോർമലൊന്നല്ല, കാഷ്വൽ നടക്കണേ. നീங்க தான் வந்து അത് ഭയങ്കര നായ്ക്കളാ അവിടെ, നായ്ക്കടി ഭയങ്കര. பண்றீங்க இந்த மாதிரி சவுண்ட் எல்லாம் கிரியேட் பண்ணுவாங்க. நீங்க என்ன பங்க் பண்றீங்க? அப்ப எனக்கு தான் பயமா இருக்குல்ல. அது ரோட்ல ஒரு மனுஷன் கூட இல்லை அவங்களுக்கு இது பண்ணுறதுக்கு. சரி, தனியாக வந்திருந்தா உருப்படியாக வந்திருக்கேன். இங்கே இப்படி 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 பண்ணா അജോലയ്ക്ക് പേടി, എനിക്ക് അതിൽ വലിയ പേടി. ശരി, അപ്പം അങ്ങനെ ഭയങ്കര സിംഗറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ കാരണം ഭാഗ്യയിൽ പാട്ടൊക്കെ അതുപോലെ പാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അയ്യേ என்ன വീഡിയോഗ്രാഫി പண்றீங்க நீங்க? ഞാൻ അതും നോക്കുക ചെയ്യാം, റോഡ് നടക്കുക ചെയ്യാം, റോഡിൽ ചാടണ്ട നോക്കുക, അപ്പിൻ്റെ നോക്കുക, അത് നോക്കുക ചെയ്യാം ഞാൻ. പിന്നെ അപ്പം നീ ക്യാമ്പിൽ പിടിക്കണോ? ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. രണ്ടാമത് ഗുഡ് നൈറ്റ്. നായി വരണ്ട്, പിന്നെ ഓടിയിട്ട് വരണ്ട്.